എൻ്റെ പേര് ജോർജ് തോമസ്. ഞാൻ ഇസാഫ് ബാങ്കിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ നാച്ചുറൽ ലൈഫിലേക്ക് വരാനായിട്ടുള്ള കാരണം എൻ്റെ കാലിനോട് സംബന്ധിച്ച പ്രൊലാപ്സസോട് സംബന്ധിച്ച് കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതൊരു മൾട്ടിപ്പിൾ ഇഷ്യൂസ് ആയിരുന്നു. ഷുഗറിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ കാലിലെ ചില നംനസും അതിനോടനുബന്ധിച്ചതായിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ ഒരുവിധപ്പെട്ട കേരളത്തിലെ ഹോസ്പിറ്റൽസിലൊക്കെ ബെസ്റ്റ് ഹോസ്പിറ്റൽസിലൊക്കെ പോയി. പക്ഷേ അവരൊക്കെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ് കാര്യങ്ങളെ കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ മറ്റ് കേരളത്തിന് വെളിയിലുള്ള ഹോസ്പിറ്റലിലും ഇതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു, കൺസൾട്ടേഷന് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ നേച്ചർ ലൈഫിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാകാൻ ഇടയായ ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വളരെ കോംപ്രിഹെൻസീവായിട്ടുള്ളൊരു അപ്രോച്ചാണ് ഈ രോഗത്തോടുള്ള ബന്ധത്തിൽ. പിന്നെ അതിന് ഒരു ഹീലിംഗ് എന്ന് പറയുന്നത് അത് ജസ്റ്റ് ഒരു ഫിസിക്കൽ ഹീലിംഗ് മാത്രമല്ല, അല്ലെങ്കിൽ ഒരു മരുന്ന് കൊടുക്കുന്നത് മാത്രമല്ല ഹീലിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നത്. ഹീലിംഗ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ, സ്പിരിച്വൽ, ഈ ഹീലിംഗ് മുഴുവനും നടന്നെങ്കിൽ മാത്രമേ ഒരു പൂർണ്ണ സുഖം മനസ്സിനും അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിനുമൊക്കെ ലഭിക്കുകയുള്ളൂ. ആ രീതിയിൽ നേച്ചർ ലൈഫിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യമായിട്ട് ഒരു കോംപ്രിഹെൻസീവായിട്ടുള്ള വളരെ നാച്ചുറലായിട്ടുള്ള ഒരു ഫുഡ് പാറ്റേണിലേക്ക് വരാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളതാണ്. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും അത് കൃത്യസമയത്ത് തന്നെ അത് സലാഡും ഫ്രൂട്ട്സും അതോടൊപ്പം തന്നെ വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു ഫുഡ് പാറ്റേൺ, അത് ശരിക്കും എൻ്റെ ശരീരത്തിന് ഒരു ഡീടോക്സിഫിക്കേഷന് നടത്താനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് അപ്രോച്ച് എന്ന് പറയുമ്പോഴാണെങ്കിലും ഈ പറഞ്ഞതുപോലെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഹീലിംഗ്, ഒരു മെൻ്റൽ ഹീലിംഗ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മാനസികമായിട്ടുള്ള അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി ഇവിടെയുള്ള എല്ലാവരുടെയും ഒരു പൂർണ്ണ സഹകരണവും അവരുടെ ഒരു സമർപ്പണ മനോഭാവവും ഒക്കെ അതിലൊത്തിരി ഘടകമായി തീർന്നിട്ടുണ്ട്. പിന്നെ ഒരു സോഷ്യൽ ഹീലിംഗ്, മനുഷ്യനെന്ന് പറയുന്നത് ഒരു സാമൂഹിക ജീവിയാണ്. അതുകൊണ്ട് തന്നെ പരസ്പരം ബന്ധപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പിന്നെ അങ്ങനെയുള്ളൊരു സോഷ്യൽ ഹീലിങ്ങിനും ഇവിടെ വന്നിരിക്കുന്നതായിട്ടുള്ള എല്ലാ ഇംപേഷ്യൻസുമായിട്ടുള്ള ഒരു സൗഹൃദം, അവരുമായിട്ടുള്ളൊരു സഹിത്വം, ഒരുമിച്ചുള്ള കൂടിവരവ്, അതൊക്കെ ഹീലിങ്ങിന് ഒത്തിരി സഹായകരമായി തീർന്നിട്ടുണ്ട്. എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ എനിക്കൊരു 80% ഞാൻ ഒരുപക്ഷെ കാല് നടക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, നംനസ് വളരെയധികം ഉണ്ടായിരുന്നു, ഷൂട്ടിംഗ് പെയിൻ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു, ഷുഗറിൻ്റെ ലെവല് ഒരുവിധം നന്നായിട്ടുണ്ടായിരുന്നു, പ്രഷറിൻ്റെയും അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം ഏകദേശം നോർമലാകുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഈ നേച്ചർ ലൈഫ് മുഖാന്തരം ഉണ്ടായി എന്നുള്ളത് വളരെ എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ അന്തരീക്ഷം എനിക്കൊന്ന് വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു അന്തരീക്ഷം, ചുറ്റുപാടും കാണുന്നതായിട്ടുള്ള സസ്യലതാദികൾ, അതോടൊപ്പം തന്നെ ഉള്ള ഒരു നല്ല അറ്റ്മോസ്ഫിയർ, ആവശ്യത്തിനുള്ളതായിട്ടുള്ള മറ്റുള്ളവരുടെ സേവനം, ഇതെല്ലാം കൂടി ഒത്തുചേർന്ന് വന്നപ്പോൾ ഒരു നല്ല ഒരു ഹീലിങ്ങിൻ്റെ ഒരു ഇടമായിട്ട് നേച്ചർ ലൈഫ് മാറി. അതെൻ്റെ ജീവിതത്തിൽ എനിക്കുള്ള സൗഖ്യത്തിനും അത് വളരെ അധികം പ്രയോജനം ചെയ്തു എന്നുള്ളതാണ് എനിക്കിവിടെ സാക്ഷ്യപ്പെടുത്തുവാനായിട്ടുള്ള. ഒരുപക്ഷെ എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല. അതുപോലെ നല്ല ഒരു അപ്രോച്ചാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നത്. So thank you so much, and this is a wonderful place where you can come, you can have a very good relaxation both for your physical, mental and social, for the social healing. God bless you. Thank you so much.